ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് അടുക്കളയിലേക്ക് ചെറിയൊരു പ്ലംബിങ് നടത്തുവാണ്. 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പുറത്ത് നിന്ന് വർക്ക് ഏരിയയിൽ കൂടിയാണ് ഈ പൈപ്പ് വരുന്നത് അടുക്കളയിലേക്ക്. അപ്പം ഈ വരുന്ന സമയത്ത് നമ്മൾ ഈ വർക്ക് ഏരിയയിലേക്ക് തറയെ പൊഴിക്കേണ്ടി വരുന്നുണ്ട്, അടിവശമൊക്കെ പൊഴിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫിറ്റിക്കനമുണ്ട്. ഈ ഫിറ്റിയും തറയുമായിട്ട് ഒരു 2 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എൽബോ 2 എൽ ഷേപ്പിൽ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ PVC അതിൻ്റെ ഈ കണക്ടർ പല പൈപ്പും എൽബോയും തമ്മിൽ 2 കമ്പനിയുടെ ആയതുകൊണ്ട് കയറാനായിട്ട് ശകലം ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മളത് ചെറിയൊരു മരക്കഷ്ണം വെച്ച് സോൾവെൻ്റ് തേച്ചതിന് ശേഷം അടിച്ച് കയറ്റി വെച്ച് പ്രസ് ചെയ്ത് മുറുക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊടിയല്ലാതെ പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കയറി പോകാനും ബുദ്ധിമുട്ടാണ്. അതൊക്കെ ചെറുതി മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പം കിട്ടും. അപ്പോൾ നമ്മൾ പല രീതിയിൽ വെച്ച് നോക്കണം. ആദ്യം നോക്കി കഴിയുമ്പോൾ ഭിത്തിയായിട്ട് കണ്ടമാനാകുന്ന ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിട്ട് പിന്നെ എൽബോ 2 കൊടുത്തിട്ട് ഷേപ്പിൽ കൊടുത്തിട്ട് നമ്മളത് ഭിത്തിയോട് ചേർത്ത് ഏകദേശം വിടുന്നത്. അപ്പോൾ പുറത്ത് തന്നെ വെച്ച് അവിടെ വെച്ച് ഒട്ടിച്ചതിനേക്കാൾ എളുപ്പം അത്യാവശ്യം പുറത്തുനിന്ന് ഉള്ള പൈപ്പ് തന്നെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പശയൊക്കെ തേച്ചിട്ട് നേരെ ഭിത്തിയോട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഒപ്പം തന്നെ അതിൻ്റെ പുറത്തെ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ്, അതിൻ്റെ സോളവരൊക്കെ തേച്ച് കൊടുക്കുകയാണ്. പക്ഷെ നമ്മളത് ഫിറ്റ് ചെയ്യും. നമ്മൾ ഈ തറ കെട്ടിയ സമയത്ത് ഭിത്തി കെട്ടിയ സമയത്തും ഒരു ഹോൾ ഇടുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഹോളൊന്നും ഇട്ട് വെച്ചില്ല. അതുകൊണ്ട് വെച്ച് ബുദ്ധിമുട്ടായിപ്പോയി. നമ്മൾ ആ ഫിറ്റിയും പൊളിക്കേണ്ടി വന്ന് തറയെ സാധനം പൊളിക്കേണ്ടി വന്നത്. കാരണം വെച്ചാൽ ഈ ഒപ്പം തന്നെ നമ്മൾ ഈ വേസ്റ്റ് വാട്ടറിൻ്റെ പൈപ്പും കൂടെ ഇടേണ്ടതാണ്. വേസ്റ്റ് വാട്ടറിൻ്റെ പൈപ്പ് ഇടുമ്പോഴത്തേക്കിന് ചെരുവ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വേസ്റ്റ് പൈപ്പിൻ്റെ നേരെ കൊടുക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടെ വീണ്ടും ആ തറ കഴിഞ്ഞിട്ട് തറ അടിയിൽ ബേസ്മെൻറ്റിൻ്റെ കല്ല് നല്ല കരിങ്കല്ല് കിടക്കുവാണത്, ഇച്ചിരി അകന്ന് കിടക്കുവാണ്. ആ കല്ല് പൊട്ടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ വേസ്റ്റ് വാട്ടറിൻ്റെ പൈപ്പ് ഇച്ചിരി അകത്തി കൊടുത്തിരുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകമെല്ലാം മാന്തി കിഴിച്ച് തുളച്ചിട്ടിരുന്നുകൊണ്ട് നമ്മൾ ആ പൈപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ അവിടെ എല്ലാം നികത്തണം. അപ്പം മണ്ണിന് പകരമായിട്ട് നമ്മൾ പുറത്ത് പഴയ വീടിൻ്റെ പഴയ വിറ്റ് പൊളിച്ചത്തെ കട്ട കിടന്നിട്ട് അതെല്ലാം കൂടെ പൊടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കുഴിയിലിട്ട് നികത്തി ലെവൽ ചെയ്യുന്നത്. അപ്പോൾ പഴയ കട്ടയാണ് നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, നിരപ്പാകുക. അപ്പോൾ നമ്മൾ തന്നെ പൊളിച്ചുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ പൈപ്പിൻ്റെ ചോട് തന്നെ നമ്മൾ കട്ടി കുറച്ചുള്ള സിമെൻറ്റിൻ്റെ പരുക്കനം ഇടുവാണ് ചെയ്യുന്നത്. ഈ പരുക്കനം എന്തെങ്കിലും ഒരു കാരണവശാൽ പിന്നീട് ഇതൊന്ന് പൊളിക്കേണ്ട എങ്ങാനും വരുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പാടുപെടാണ്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുവടുവശം മാത്രമായിട്ട് നമ്മൾ കട്ടി കുറച്ചുള്ള പരുക്കനുണ്ട്. പിന്നെ അതിൻ്റെ ഇരു സൈഡുകളിലും നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് മാത്രമേ എന്തെങ്കിലും ഒരു കാരണവശാൽ പിന്നീട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സൈഡിൽ നിന്ന് പൊളിച്ച് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വ്യത്യാസം വരുത്തുകയോ അല്ലെങ്കിൽ വേറെ കണക്ഷൻ കൊടുക്കുകയോ ചെയ്യാൻ പറ്റില്ല. അത് ആ സൈഡിൽ മാത്രം നമ്മൾ ഇടുന്നത്. അതിൻ്റെ ബാക്കിയുള്ള സൈഡുകളിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് തന്നെ നമ്മളങ്ങ് ചെയ്യുകയാണ്, സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് അങ്ങ് ചെയ്യുകയാണ്. പിന്നെ ഇത് ഇടിച്ച് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇതൊരു പഴയ ഡിഷിൻ്റെ ഒരു ബേസ്മെൻറ്റാണ്. പഴയകാല സി ബാൻഡ് ഡിഷുകൾ നമ്മൾ നേരിട്ട് വിളിച്ചിരുന്നതിൻ്റെ ബേസ്മെൻറ്റ് കൊണ്ട് നമ്മൾ തൽക്കാലം ഉറപ്പിക്കാനായിട്ടുള്ളൊരു ഡിസ്ക് പോലെ നമ്മൾ ഉണ്ടാക്കി എടുത്തതാണ്. ഇപ്പം നമ്മളതിന് സൈഡിലിട്ട് പിന്നെ ഇത് നമ്മൾ സ്ലാവിൻ്റെ അടിയിൽ നമ്മളതിൻ്റെ കുഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഴയ കട്ടകളൊന്നും കളയേണ്ട കാര്യമില്ല. അതൊക്കെ നല്ല മണൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പഴയകാല കട്ടകളാണത്. വിറ്റി കുറേ ഭാഗം പിടിച്ചിട്ട് ബാക്കിയുള്ള കട്ടകളാണ്. അപ്പോൾ പൊടിച്ചെടുത്ത് ഇതെല്ലാം സിമെൻറ്റും മണലും മാത്രമായിട്ടുള്ളതാണ് നമുക്ക്. അപ്പോൾ ഈ ചെറിയ കുഴിയിലുണ്ടോ ആ ഭാഗം കുഴിയിലോട്ടൊക്കെ വാരി ഇട്ടതിന് ശേഷം പിന്നീട് അതിൻ്റെ പുറത്ത് പരുക്കനിട്ട് മിനിക്കിയാൽ അടിപൊളിയായിരിക്കും. ഈ സ്ലാവിൻ്റെ അടി കയറി വേണം ഇത് ചെയ്യാൻ. അത് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് നമ്മൾ വലിച്ച് ലെവൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയൊരു പ്ലംബിങ്ങിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്സ്.